ചേട്ടാ നമസ്കാരം. നമസ്കാരം. നമ്മുടെ അജിത് ഡോവൽ ഉടനെ തന്നെ റഷ്യയിലേക്ക് പോവുകയാണ്. അദ്ദേഹം എന്തിനാണ് പോകുന്നത് എന്നുള്ള കാര്യം മിസ്റ്റീരിയസ് ആണ്. പല ആൾക്കാരും S-400 S-500 എന്നൊക്കെ പറയുന്നുണ്ട്. അതിനാണ് പോകുന്നതെന്നാണ് മാധ്യമങ്ങളുടെ ഇതുവരെയുള്ളൊരു നറേറ്റീവ് എന്ന് പറയുന്നത്. അപ്പോൾ അമേരിക്ക ഒരു ഭാഗത്ത് നിന്ന് അമേരിക്കയുടെ ഒരു ശക്തി ക്ഷയിച്ചു വരുന്നുണ്ടോ എന്നൊരു സംശയം പല രാജ്യങ്ങളും പ്രകടിപ്പിക്കുന്നുണ്ട്. കാരണം ഈ ഇന്ത്യയുടെ ഒരു വലിയ ഒരു ഉയർച്ച, ഇപ്പോൾ ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞതിന് ശേഷം ഇന്ത്യ പഴയ ഇന്ത്യയല്ല. നരേന്ദ്രമോദി പറഞ്ഞതുപോലെ ഒരു ന്യൂ നോർമലിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണ്. ഇനി ഇന്ത്യ എങ്ങനെയാണ് ഇത്രയും കാലം, അതായത് ചരിത്രം എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ എല്ലാം തന്നെ നമുക്ക് മനസ്സിലാകും. ഒരു കർണത്തടിച്ചാൽ മറുകർണം കാണിച്ചു കൊടുക്കുന്ന രാജ്യമായിരുന്നു ഇന്ത്യ എന്ന് പറയുന്നത്. അതിപ്പം യേശുക്രിസ്തു പറയുന്നതിന് മുമ്പ് തന്നെ, മഹാത്മാഗാന്ധി പറയുന്നതിന് മുമ്പ് തന്നെ ഇവരൊക്കെ ആയിരുന്നല്ലോ ഇതിന്റെ അപ്പോസ്തലന്മാര്, അതായത് അഹിംസയുടെയൊക്കെ അപ്പോസ്തലന്മാര്. അതിന് മുമ്പ് തന്നെ അങ്ങനെയുള്ള ആൾക്കാരുള്ള നാടായിരുന്നു നമ്മുടെ രാജ്യം എന്ന് പറയുന്നത്. പക്ഷെ നമ്മുടെ പുസ്തകങ്ങളൊന്നും പരിശോധിച്ചാൽ അങ്ങനെയല്ല നമുക്ക് മനസ്സിലാവുന്നത്. ഇപ്പൊ ഭഗവത്ഗീതയൊക്കെ എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനന് കൊടുത്ത ഉപദേശങ്ങളൊക്കെ എടുത്ത് നമ്മൾ കേട്ട് കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ അല്ലായിരുന്നു നമ്മുടെ രാജ്യമെന്ന് നമുക്ക് മനസ്സിലാവും. പക്ഷെ ഏത് നിമിഷത്തിലാണ് നമ്മൾ ഈ ലെവലിലോട്ട് പോയത് എന്നുള്ളൊരു ചോദ്യമുണ്ട്. അതായത് നമ്മൾ ഏത് സമയത്താണ് ഇങ്ങനെ ഒരു ജനസമൂഹമായി മാറിയത്? അതായത് നമ്മളെ കശ്മീരിൽ നിന്ന് ആട്ടി ഓടിച്ചു, നമ്മളെ 200 കൊല്ലം ബ്രിട്ടീഷുകാർ ഭരിച്ചു, നമ്മളെ മുഗളന്മാർ ഭരിച്ചു, നമ്മുടെ GDP എല്ലാം തകർത്തു, നമ്മളെ പ്ലണ്ടർ ചെയ്തു, നമ്മളെ ലൂട്ട് ചെയ്തു. ഈ ഒരു ലെവലിലോട്ട് നമ്മളെ കൊണ്ടെത്തിച്ചു. ഈ ഒരു ലെവലിലോട്ട് നമ്മളെ കൊണ്ടെത്തിച്ച ശേഷവും നമ്മളിപ്പോഴും ആ ഒരു നയം തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. അതായത് ഒരു കർണത്തടിച്ചാൽ മറുകർണം കാണിച്ചു കൊടുക്കുക. ഈ തുടരും സിനിമയിൽ ഒരു ഡയലോഗ് ഉണ്ട്, സ്വന്തം അമ്മയെ തല്ലിയാലും 2ഉം 3ഉം പക്ഷമുള്ള കോണോത്തിലെ നാടാണിത് എന്ന് ജോർജ് സാർ ഒരു ഡയലോഗ് പറയും. സമാനമായ രീതിയിൽ തന്നെയാണ് നമ്മൾ പോകുന്നത്. ഇപ്പൊ പാകിസ്ഥാൻ ഇന്ത്യയെ കയറി അടിച്ചാലും നമ്മൾ പറയുന്നത് തിരിച്ചവരൊന്നും ചെയ്യരുത് എന്ന് പറയുന്ന ഒരു വിഭാഗം ആൾക്കാർ ഇവിടെ ഉണ്ട്. അപ്പൊ ആ ആൾക്കാരെ കൂടെ ഡീൽ ചെയ്ത് നമുക്ക് മുന്നോട്ട് പോകണം എന്നുള്ളതാണ്. അപ്പോ മോദി വന്ന ശേഷം ഇപ്പോ ആ ഇന്ത്യ അല്ല നമ്മൾ കാണുന്നത് വേറൊരു ഇന്ത്യയാണ്. അപ്പൊ ഞാൻ ഒരു പോയിന്റ് കൂടെ വിട്ടുപോയി. അതായത് ഈ ഒരു ലെവലിലോട്ട് നമ്മൾ എങ്ങനെയാണ് എത്തിയത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് ഈ അഹിംസ അതിഭീകരമായിട്ട് ഇന്ത്യക്കാരുടെ മനസ്സിൽ എങ്ങനെയാണ് കടന്നുകൂടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പല വിദഗ്ധന്മാരും പറയുന്നത് ഈ ബുദ്ധിസത്തിന്റെ ഓവറായിട്ടുള്ള ഒരു സ്വാധീനം നമ്മുടെ ഭാരതത്തിന്റെ മണ്ണിൽ നമ്മളെ കയറി പിടിച്ചിട്ടുണ്ട്. കാരണം അത് ബുദ്ധിസം അറിയാലോ, അഹിംസയാണ്, എല്ലാം അഹിംസയാണ്. ഇപ്പോ ആ ബുദ്ധൻ വരെ മ്യാൻമറിൽ എന്താണ് വാളെടുത്ത് വെട്ടുക, അവന് സഹിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് റോഹിംഗ്യൻ മുസ്ലിംസിനെയൊക്കെ. അപ്പോ അങ്ങനത്തെ ഒരു ലെവലിൽ നിന്ന് നമ്മളൊരു ന്യൂ നോർമലിലോട്ട് വന്നു. കുറഞ്ഞ പക്ഷം ഏഷ്യയിലെങ്കിലും ഇന്ത്യ പറയുന്ന വാക്കുകൾക്ക് ഒരു ശക്തി വേണം എന്നുള്ള ലെവലിലോട്ട് കാര്യങ്ങൾ വന്നു. അതിന്റെ ഫലം കാണാനുണ്ട്. കാരണം ഈ സിന്ദൂർ ഓപ്പറേഷൻ കഴിഞ്ഞ ശേഷം ട്രംപ് ഭയങ്കര കലിപ്പിലാണ്. ട്രംപ് പറയുന്നത് ഈ ഐഫോൺ നിർമ്മാതാക്കൾ ഇങ്ങോട്ട് വരരുത്. ടിം കുക്കിനോട് പറയാണ് ഇങ്ങോട്ട് വരരുത്, വലിയ പ്രത്യാഘാതം നേരിടും. ടിം കുക്ക് പറഞ്ഞു നടക്കില്ല എന്ന് പറഞ്ഞു. എന്തൊരു ഇൻസൾട്ട് ആയി പോയെന്നറിയാമോ ഡൊണാൾഡ് ട്രംപിന്. അടുത്ത സാംസങ്ങിനെ ഭീഷണിപ്പെടുത്താൻ പോവാണ്. അപ്പൊ ട്രംപ് ഞെട്ടിപ്പോയി. ഞാൻ പറയുന്നത് എന്റെ രാജ്യത്തുണ്ടായ ഒരു കമ്പനി പോലും കേൾക്കുന്നില്ല എന്ന് പറഞ്ഞ്. അപ്പോ ഈ ജിയോ പൊളിറ്റിക്സ് കംപ്ലീറ്റ്ലി മാറുകയാണ്. ഇതെല്ലാം ഉണ്ടാവുന്നത് വളരെ പെട്ടെന്നാണല്ലോ. ഇപ്പം ബിജുചേട്ടൻ ഇന്നലെ ഒരു ചർച്ചയിൽ പറഞ്ഞതുപോലെ, ഇന്ന് നമുക്ക് അമേരിക്ക ശത്രുവായിരിക്കാം, അടുത്ത സെക്കൻഡിൽ മിത്രമാവും, അടുത്ത സെക്കൻഡിൽ വീണ്ടും ശത്രുവാകും. ഇതെല്ലാം പെട്ടെന്ന് നമ്മുടെ ജിയോ പൊളിറ്റിക്സ് മാറുകയാണ്. അപ്പോൾ ഈ ഒരു തലത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഇന്ത്യ 4ാമത്തെ ഏറ്റവും വലിയ എക്കണോമിയായി മാറിക്കഴിഞ്ഞു. അജിത് ഡോവൽ റഷ്യയിലേക്ക് പോകാൻ പോകുന്നു. നമ്മുടെ ജിയോ പൊളിറ്റിക്സ് എങ്ങനെയാണ് ഇത്ര ഡ്രാസ്റ്റിക്കലി മാറുന്നത്? ഇത് എങ്ങോട്ടാണ് പോകുന്നത്? വലിയൊരു കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ് ഇത്. നമ്മൾ ഇങ്ങനെയാണ് മാറുന്നതെന്ന് പറഞ്ഞാലും നാളെ ചിലപ്പോൾ നമ്മുടെ വാദഗതികൾ തെറ്റിപ്പോയേക്കാം. കാരണം നാളെ ഇത് സ്ഥിതിഗതികൾ മാറിയേക്കാം. എങ്കിലും നിലവിലുള്ള ഒരു സാഹചര്യത്തിൽ നമ്മൾ ഇതിനെ എങ്ങനെ വിലയിരുത്തും? ധനുഷ് ആദ്യം ചോദിച്ച ചോദ്യത്തിലേക്ക് തന്നെ, എങ്ങനെയാണ് ഇന്ത്യ മാറിയത് എന്നുള്ള ചോദ്യമാണ്. ശരിയാണ്, 200 വർഷം നമ്മളെ ബ്രിട്ടീഷുകാർ ഭരിച്ചു, 800ഓളം വർഷം നമ്മളെ മുഗളന്മാരും വൈദേശിക ശക്തികൾ ഭരിച്ചു. പക്ഷെ അപ്പോഴൊന്നും നമ്മളുടെ മനസ്സും നമ്മളുടെ ആ ഒരു കഴിവുകളും അവർക്ക് തറക്കാൻ പറ്റിയിട്ടില്ല. പകരം നമ്മുടെ സ്വത്തുക്കൾ കൊള്ളയടിച്ചെല്ലാം ചെയ്തിരുന്നു. പക്ഷെ ഇവിടെ 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, 2014 നരേന്ദ്രമോദി അധികാരത്തിൽ കയറുന്നത് സ്റ്റെബിലിറ്റി ഉള്ള ഒരു സർക്കാരുമായിട്ടാണ്. ഒറ്റയ്ക്ക് വ്യക്തമായ ഭൂരിപക്ഷം. ഒരു രാജ്യത്തെ സംബന്ധിച്ച് ഒറ്റയ്ക്ക് ഒരു പാർട്ടി അധികാരത്തിൽ വരുന്നതാണ് പവർഫുൾ. കാരണം ആ പാർട്ടിക്കും അതിൻ്റെ ലീഡർക്കും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടാകും. ആ പറയുന്ന കാര്യങ്ങൾ, ഇപ്പോൾ BJP മുമ്പോട്ട് വെക്കുന്നവരുടെ അജണ്ട അല്ലെങ്കിൽ അവരുടെ ഒരു മാനിഫെസ്റ്റോയിൽ പറയുന്ന കാര്യങ്ങൾ അവർക്ക് ആരോടും ചോദിക്കണം, നടപ്പാക്കാൻ പറ്റും. കാരണം അവർ ഒറ്റയ്ക്കാണ്. രണ്ടാമതും അദ്ദേഹം വന്നു ഒറ്റയ്ക്കാണ്. മൂന്നാമതും ഏകദേശം ഒറ്റയ്ക്കാണ് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. കാരണം 10-32 സീറ്റിന്റെ വ്യത്യാസമേ ഉള്ളൂ. ആ 32 പേരും
BJP-ക്കാരല്ല എന്ന് മാത്രമേ ഉള്ളൂ, BJP തന്നെയാണെന്ന് വേണം പറയാം. അതേ ലെവലിലാണ് അവർ നിൽക്കുന്നത്. അതാണ് ഒന്നാമത്തേത്. രണ്ടാമത്തേത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൂവ് ചെയ്ത ഒരു നേതാവാണ് നരേന്ദ്രമോദി. അദ്ദേഹം മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ ഗുജറാത്തിൽ കൊണ്ടുവന്ന വികസനം അത് കാണുന്നത് പഠിക്കാൻ നമ്മുടെ ഷിബു ബേബി ജോൺ അടക്കം, അബ്ദുള്ള കുട്ടി അടക്കം കേരളത്തിൽ നിന്ന് പോയിട്ടുണ്ട്. അത് ഉണ്ട്. അപ്പൊ അയാൾ പ്രൂവ് ചെയ്യിച്ചൊരു വ്യക്തിയാണ്. പ്രധാനമന്ത്രിയെ സംബന്ധിച്ച്, മോദിയെ സംബന്ധിച്ച് തെളിവുകളുണ്ട്, എക്സ്പീരിയൻസ് ഉണ്ട്. അത് മാത്രവുമല്ല, അദ്ദേഹത്തിന് കാര്യങ്ങളെ ഡീൽ ചെയ്യാൻ ഒരു കപ്പാസിറ്റി ഉള്ള ഒരു വ്യക്തി കൂടിയാണ്. അദ്ദേഹം കയറുമ്പോഴായിരുന്നു ഗുജറാത്ത് കലാപം ഉണ്ടാകുന്നത്. 3 ദിവസം കൊണ്ട് ശാന്തമായില്ലേ. അപ്പം അതും ഗുജറാത്ത് എന്ന് പറയുന്നത് ഒരു പെട്ടെന്ന് കലാപമുണ്ടായ ഒരു സംസ്ഥാനമല്ല. അത് ആ സംസ്ഥാനം പിറവി എടുത്ത കാലം മുതൽ ഡെയിലി കലാപമുള്ള ഒരു സംസ്ഥാനത്ത് നിന്ന് അത് കലാപം മുക്തമായ ഒരു സംസ്ഥാനമാക്കി മാറ്റാനായിട്ട് നരേന്ദ്രമോദിക്ക് കഴിഞ്ഞുള്ളൂ. എന്നാൽ ബി ജെ പി ഭരിച്ചപ്പോൾ കഴിഞ്ഞില്ല. പട്ടേൽ ഭരിച്ചില്ല, കേശുഭായ് പട്ടേൽ ഭരിച്ചില്ല, വഗേല ഭരിച്ചില്ലേ, സുരേഷ് മേത്ത ഭരിച്ചില്ലേ, ഇവരൊന്നും ഭരിച്ചപ്പോൾ പറ്റില്ലല്ലോ. അപ്പൊ അതൊക്കെ നല്ല മെജോറിറ്റി ഉള്ളപ്പോഴല്ലേ, നടന്നില്ലല്ലോ. ഇദ്ദേഹം ഒന്ന് നടപ്പാക്കിയെടുത്തു. അപ്പൊ അത് ഞാനൊരു നല്ല ലീഡറാണ് എന്ന് തെളിയിച്ചതിന് ശേഷമാണ് അദ്ദേഹം പ്രധാനമന്ത്രി പദത്തിലേക്ക് വരുന്നത്. അദ്ദേഹത്തിന് കിട്ടിയ ഏറ്റവും വലിയൊരു ഭാഗ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിലെ ജനം അദ്ദേഹത്തിന് സിംഗിൾ മെജോറിറ്റി കൊടുത്തു. അതായത് ഒറ്റയ്ക്ക് ഭരിക്കാൻ ആ പാർട്ടിക്ക്, നിങ്ങൾ BJP നരേന്ദ്രമോദി നിങ്ങൾ ഒറ്റയ്ക്ക് ഭരിക്കൂ എന്ന് പറഞ്ഞു കൊടുത്തത്, അതാണ് അദ്ദേഹത്തിന് പ്ലസ് പോയിന്റ്. അദ്ദേഹം ആദ്യം പറഞ്ഞൊരു വാക്കുണ്ട്, 2014 അദ്ദേഹത്തിന്റെ ഈ സ്പീച്ചുകളൊക്കെ നമ്മൾ കേൾക്കണം. അപ്പൊ അതിനകത്ത് അദ്ദേഹം പറയുന്നുണ്ട്, ഇന്ത്യ എന്ന് പറയുന്നത് യുവാവാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അതിന് അദ്ദേഹം പറയുന്ന കാര്യം, ഇന്ത്യയിലെ ജനസംഖ്യയുടെ 55% യൂത്താണ്. ഈ യൂത്തിനെ വേണം നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യാൻ. 2, ഇന്ത്യയുടെ കരുത്തെന്ന് പറയുന്നത് നാരികളാണ്, സ്ത്രീകളാണ്. അവരിലാണ് നമ്മുടെ ശക്തി, നാരീശക്തി. ഈ 2 കാര്യങ്ങൾ കൊണ്ട് ആണ് അദ്ദേഹം ഈ നേട്ടം കൊയ്തത്. അദ്ദേഹം മാത്രമല്ല, അദ്ദേഹത്തിന്റെ പാർട്ടി ഭാരതീയ ജനതാ പാർട്ടിയും ഇന്ന് നിലനിൽക്കുന്ന വോട്ട് ബാങ്ക് എന്ന് പറഞ്ഞാൽ യൂത്ത് പ്ലസ് വുമൺസ് ആണ്. അതായത് സ്ത്രീകളും നാരികളും യുവയും കൂടെ ചേർന്നിട്ടുള്ള ഒരു കോമ്പിനേഷനിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ജാതീയ രാഷ്ട്രീയം, അതായത് ആ ജാതി മത രാഷ്ട്രീയം പാടെ പൊളിച്ച് നീങ്ങി. ജാതി മത രാഷ്ട്രീയമില്ല. ഇന്നിപ്പോ ഒരു യൂത്തിനോട് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ന് നമ്മുടെ ഇന്ത്യയുടെ വികസനത്തെ കുറിച്ചായിരിക്കും അവർ ചർച്ച ചെയ്യുന്നത്. നമ്മുടെ കേരളത്തിലെ ശ്രീ രാജീവ് ചന്ദ്രശേഖറൊക്കെ ഇപ്പൊ പറയുന്നുണ്ട്, വികസിത് കേരളം, വികസിത് കേരളം. അതാണ് ഇപ്പോഴത്തെ യൂത്തിന് വേണ്ടത്. നമ്മുടെ നാടിന് എന്ത് കിട്ടും എന്നാണ് ചോദിക്കുന്നത്. അങ്ങനെ ചോദിക്കുന്ന ഒരു സമൂഹത്തെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ അദ്ദേഹത്തിന് കഴിയും. മറ്റൊന്ന്, അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, നമ്മുടെ ചൈന, എന്തുകൊണ്ടാണ് ലോകത്തുള്ള കമ്പനികൾ മുഴുവൻ ചൈനയിൽ പോകുന്നത്, എന്തുകൊണ്ടാണ് ലോകത്തുള്ള പ്രൊഡക്റ്റുകൾ മുഴുവൻ ചൈന ചീപ്പ് റേറ്റിന് ഇറക്കുന്നത് എന്ന് ചോദിച്ചാൽ, അവിടെ നൈപുണ്യമുള്ള, അതായത് സ്കിൽഡ് ആയിട്ടുള്ള തൊഴിലാളികളുണ്ട്, അതും കുറഞ്ഞ വേതനത്തിന്. അപ്പോഴാണ് നരേന്ദ്രമോദി ശ്രദ്ധിച്ചത്, ഈ നാട്ടിൽ എന്താണ് അതിന് കുഴപ്പം, മിടുക്കന്മാരായിട്ടുള്ള യൂത്ത് ഉണ്ട് ഈ നാട്ടിൽ, അവർക്ക് എന്തുകൊണ്ട് അങ്ങനെ ആകാൻ കഴിയുന്നില്ല എന്നുള്ള ചോദ്യത്തിൽ നിന്നാണ് നൈപുണ്യ വികസന അതോറിറ്റികൾ രൂപീകരിച്ച്, വികസന സമിതികൾ രൂപീകരിച്ച്, അതിന്റെ സ്കൂളുകൾ സ്ഥാപിച്ചുകൊണ്ട് കോഴ്സ്, 3 ആഴ്ചത്തെ കോഴ്സ്, അതിന് സർട്ടിഫിക്കറ്റ് കൊടുക്കുകയാണ്. കാരണം ഈ ഫോറിൻ കമ്പനീസ് വരുമ്പോൾ അവർക്ക് വേണ്ടത് സർട്ടിഫിക്കറ്റ്, ചൈനയൊക്കെ അത് നൽകുന്നുണ്ട്. ഇപ്പോൾ ഒരു പ്ലംബറെ വിളിച്ചു കഴിഞ്ഞാൽ, നമുക്കറിയാം നമ്മുടെ നാട്ടിൻപുറത്തെ പ്ലംബറൊക്കെ ഒരു ITIയിലും പോയി പഠിച്ചിട്ട് വരുന്നതല്ല, അവരൊക്കെ പലരുടെയും നിന്ന് പഠിച്ച. പക്ഷെ ഇവർ ഈ നൈപുണ്യ കോഴ്സിൽ ചേരുന്നതോട് കൂടി തന്നെ ഇവർ രജിസ്റ്റർ ആകപ്പെടുകയും ഇവർക്ക് കേന്ദ്ര സർക്കാർ ഒരു സർട്ടിഫിക്കറ്റ് നൽകുകയും ചെയ്യും. അതിനകത്ത് ഇവരുടെ ഡെസിഗ്നേഷൻ പ്ലംബർ എന്നാണ്. ഈ ഫോറിൻ കമ്പനി, ഇപ്പോൾ സാംസങ് ആയാലും ആപ്പിൾ ആയാലും ടെസ്ല ആയാലും ഒക്കെ വരുമ്പോഴത്തേക്കും ആ കമ്പനികളുടെ മാനദണ്ഡം അനുസരിച്ച് ആളെ എടുക്കണമെങ്കിൽ അവർക്ക് ക്വാളിഫൈഡ് സർട്ടിഫിക്കറ്റ് കാണിക്കണം. ഇനി ഈ നാട്ടിലുള്ള ജനം മറ്റുള്ളിടത്തേക്ക് പോവുകയാണെങ്കിൽ അത് സ്കിൽഡ് ആയിട്ടുള്ള ഒരു തൊഴിലാളിയാണെന്ന് അറിയിക്കണമെങ്കിൽ സർട്ടിഫിക്കറ്റ് വേണം. ഇത് വന്നപ്പോഴേക്കും റേഞ്ച് മാറി. ഇപ്പൊ നമുക്കറിയാം, പ്രവാസികളായിട്ടുള്ള ഒരുപാട് പേരുണ്ട് നമ്മുടെ രാജ്യത്ത് നിന്ന് തന്നെ. ഒരുപാട് പേര് ലേബർമാരായിട്ടും മറ്റു പണി കാർപ്പൻറ്റേഴ്സ് ആയിട്ടും ഒക്കെ ഗൾഫിലടക്കം എല്ലാ രാജ്യങ്ങളിലേക്കും പോകുന്നുണ്ട്. പക്ഷെ ഇന്ന് അവർ പോകുന്ന പഴയ ലെവലിലല്ല. ഇന്ന് അവർ പോകുന്നത് ക്വാളിഫൈഡ് ആണ്. പണി അതൊക്കെ തന്നെയാണ് അവർ ചെയ്തുകൊണ്ടിരുന്നത്. ഇന്ന് അവർ ക്വാളിഫൈഡ് ആയിട്ട് പോകും. ആ നിലയിലേക്ക് വന്നപ്പോഴത്തേക്കും സ്കിൽഡ് ആയിട്ടുള്ള ഒരുപാട് യൂത്തിനെ നമ്മുടെ രാജ്യത്തിന് കിട്ടി. അപ്പോഴേക്ക് എന്ത് പറ്റി, ഫോറിൻ കമ്പനികൾക്ക് വരാനുള്ള വഴിയൊരുക്കി. ഒപ്പം തന്നെ എടുത്തു പറയേണ്ട ചില കാര്യങ്ങൾ കൂടിയുണ്ട്. തമിഴ്നാട്, തെലുങ്കാന, ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, ഹരിയാന നേരത്തെ തന്നെ ഗുർഗാണിലൊക്കെ ഉണ്ട്. എന്നാൽ പോലും ഈ ഒരു സ്ഥലങ്ങളും പിന്നീട് കാശ്മീരും അടക്കമുള്ള സ്ഥലങ്ങളിൽ അവിടുത്തെ സർക്കാർ കൂടി ഇനിഷ്യേറ്റീവ് എടുത്തു. നമുക്കറിയാം, മുമ്പ് നമ്മുടെ രാജ്യത്തെ ഒരു വ്യവസായ ഹബ്ബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആന്ധ്രാപ്രദേശ് കുറച്ച്, കർണാടക ഉണ്ടായിരുന്നു, മഹാരാഷ്ട്ര എന്ന് പറഞ്ഞാൽ ഒരു വ്യവസായ ഹബ്ബ് എന്ന് പറയാനില്ല, വേറെ എല്ലാ കമ്പനിയുടെ ഹെഡ് ഓഫീസ് ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ പിന്നെ ഗുജറാത്ത്. ഇതിന്റെ അപ്പുറത്തേക്ക് നമുക്ക് ചിന്തിക്കാൻ കഴിയില്ലായിരുന്നു. പക്ഷെ ഇതിനേക്കാൾ അപ്പുറത്തെ ഒരുപാട് സ്പേസ് ഉണ്ടെന്ന് യോഗി ആദിത്യനാഥ് നമുക്ക് കാട്ടിത്തരുന്നു. ഇത് ദുബായിയുടെ ഒരു മീഡിയ സിറ്റി UP-യിൽ നോയിഡയിൽ പണി കഴിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഞാനത്
2022 പോകുമ്പോൾ അതിന് പണി നടന്നുകൊണ്ടിരിക്കുക. അത് ഭയങ്കരം. അത് സിനിമ ഒക്കെ ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ 5000 കോടി രൂപയോ അത്രയും കണ്ട് വലിയൊരു മുതൽ മുടക്കി ഭയങ്കരമാണ്. അത് ഈ റാമോജി റാവു ഫിലിം സിറ്റിയേക്കാളും ഒക്കെ അപ്പുറം. അവിടെ സിനിമ മാത്രമല്ല, മീഡിയ സംബന്ധമായ എല്ലാം, ടെലിവിഷൻ ചാനലുകൾക്കൊക്കെ അവിടെ സ്റ്റുഡിയോകൾ. അതായത് ഇതിനകത്തോട്ട് കയറിയാൽ മതി. നമുക്കിപ്പോൾ പൈസ ഉണ്ടോ ചാനൽ തുടങ്ങണമെങ്കിൽ ഇതും കൊണ്ട് അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ ചാനലും എക്യുപ്മെന്റ്സും ആളും എല്ലാം ഫുൾ സെറ്റപ്പ്. മീഡിയ സിറ്റി ദുബായിലുണ്ട്, അത് സെയിം തന്നെ അവിടെ ഉണ്ടാക്കി. ഇന്ന് വൻകിട കമ്പനികളെല്ലാം UP-യിലേക്ക് വരിക. ഇതിന് പോലെ തന്നെയാണ് രേവന്ത് റെഡ്ഡിയുടെ തെലങ്കാന. അവിടെ കോൺഗ്രസ് ഭരിക്കും. ഇതാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ ഇരിക്കുന്ന കുറെ ഈ രാഷ്ട്രീയ തിമിരം ബാധിച്ചിരിക്കുന്നവരുടെ സംസ്ഥാനങ്ങളൊക്കെ ഗതികെട്ട് പോയിട്ടേ ഉള്ളൂ. അയാൾ കോൺഗ്രസ് അല്ലേ, ഈ രേവന്ത് റെഡ്ഡി എന്ന് പറഞ്ഞ തെലങ്കാന ഭരിക്കുന്നത്. അദ്ദേഹത്തിന്റെ നാട്ടിൽ ചെന്ന് നമ്മുടെ കിറ്റക്സ് ആബു വരെ ഇപ്പൊ അവിടെ പോയാൽ ചെയ്തിരിക്കുന്നത്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ 9 ദിവസത്തിനുള്ളിൽ നമുക്ക് ചുവപ്പ് നാട ഇല്ലാതെ തന്നെ ഇപ്പൊ നമ്മളൊരു കമ്പനി തുടങ്ങാൻ പോവുകയാണെങ്കിൽ നമ്മുടെ കയ്യിൽ എല്ലാം ഓക്കെ ആണെങ്കിൽ 9 ദിവസത്തിനുള്ളിൽ സ്ഥലവും റെഡി, എല്ലാം റെഡിയാണ്. സ്റ്റാർട്ട് ചെയ്തോന്നാ പറയുന്നത്. യോഗി ആദിത്യനാഥ് 4 ദിവസമാണ്. അതും ഓഫീസിൽ പോലും വരണ്ട, ഓൺലൈൻ വഴി. ഇപ്പോൾ ഞാൻ ബിസിനസ്സുകാരാണെങ്കിൽ എനിക്ക് ഓൺലൈൻ വഴി രജിസ്റ്റർ ചെയ്യാം. അതായത് ഓൺലൈൻ വഴി രജിസ്റ്റർ ചെയ്യുമ്പോൾ ഇതെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയാണ് ഞാൻ രജിസ്റ്റർ ചെയ്യുന്നത്. എനിക്ക് അപ്ഡേഷൻ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ പേപ്പർ ഇപ്പോൾ എവിടെ എത്തി. അതിനകത്ത് എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ട് അപ്പോൾ അവിടെ കാണിക്കുക. 4 ദിവസം കൊണ്ടാണ്. മറ്റിടത്ത് 9 ആയപ്പോൾ ഇവിടെ 4. അങ്ങനെ കാശ്മീരിൽ 370 എടുത്തു കളഞ്ഞതിന് ശേഷം കാശ്മീരിൽ വലിയ ഡെവലപ്മെന്റ് ഉണ്ടായി. നമ്മുടെ യൂസഫ് അലി പോലും അവിടെ പോയിട്ട് ഒരു വലിയ കമ്പനി അവർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഈ പഴങ്ങളും ഒക്കെ, ആപ്പിൾ തോട്ടമുണ്ട്, അത് പഴങ്ങൾ സംസ്കരിച്ച് വെക്കുന്ന ഒരു ഗോഡൌണും ഒക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു വലിയ ഡെവലപ്മെന്റ് നടന്നു. അപ്പൊ ഇതിൽ നിന്നാണ് ആ ഒരു പ്രചോദനം ഉൾക്കൊണ്ടത്. മറ്റൊന്ന് സെക്യൂരിറ്റി. അതായത് വിദേശ മൂലധനം നമുക്ക് ആകർഷിക്കാൻ നമുക്ക് വേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സെക്യൂരിറ്റിയാണ്. സെക്യൂരിറ്റി ഇഷ്യൂസ് വളരെ കുറവാണ് ഇപ്പോൾ ഈ രാജ്യത്ത്. മുമ്പ് നമ്മുടെ രാജ്യത്ത് എന്ന് പറഞ്ഞാൽ ഒരു മാസത്തിൽ 2 തവണയൊക്കെ സ്ഫോടനവും ഭീകരാക്രമണവും നടന്നിടത്തു നിന്ന് 2014 തൊട്ട് 2025 എത്തുമ്പോൾ വലിയ രീതിയിലുള്ള ഭീകരാക്രമണം നടന്നിട്ടില്ല. കാശ്മീരിലൊക്കെ ഉള്ളൂ. പണ്ട് നമുക്കറിയാം, വഴിയിലൊരു ചോറിന്റെ ഒരു ടിഫിൻ കാരിയർ കണ്ടാൽ നമുക്ക് ഭയമാണ്, ബോംബാണോ എന്നുള്ളത്. കാരണം അത് പൊട്ടിത്തെറിക്കും. സിഗരറ്റ് ബോംബ് ധനുഷിന് അറിയാം, ധനുഷിന്റെ ചെറുപ്പത്തിൽ കേട്ടിട്ടുണ്ടാകും സിഗരറ്റ് ബോംബ് എന്നൊക്കെ പറഞ്ഞിട്ട്. അത് അതിനകത്ത് വരെ സ്ഫോടക വസ്തുക്കൾ വെച്ചിട്ട് നമ്മുടെ കേരളത്തിൽ പോലും ഉണ്ടായിരുന്നു. പൈപ്പ് ബോംബുകൾ. അത് എവിടെയും ആൾക്കാർക്ക് സുരക്ഷിതമില്ല. ഒരു ക്ഷേത്രത്തിൽ പോയി കഴിഞ്ഞാൽ ബോംബ് പൊട്ടുമോന്ന, ഉത്സവത്തിന് പോകുമ്പോഴത്തേനും ചോദ്യം, അയ്യോ അവിടെയാണോ പോകുന്നത്, ആള് കൂടുന്ന സ്ഥലമാണ് ചിലപ്പോൾ വല്ല ബോംബ്. കാരണം അത്രത്തോളം സുരക്ഷിതമില്ലാത്ത ഒരു രാജ്യത്ത് നിന്ന് ഇന്നിപ്പോ കുംഭമേള 65 കോടി ജനം പങ്കെടുക്കുന്ന ഒരു മഹാമേള ഒരു കുഴപ്പവും ഇല്ലാതെ നടത്താനായിട്ട് നമ്മുടെ രാജ്യത്തിന് കഴിയുന്നുണ്ട്. അപ്പൊ സെക്യൂരിറ്റിയാണ്. അപ്പൊ എന്ത് പറ്റുന്നു, സ്കിൽഡ് ആയിട്ടുള്ള ആളുകളുണ്ട്, ഉണ്ടായി വരുന്നു. 2, അവന് വേണ്ട ഇൻഫ്രാസ്ട്രക്ചർ അനവധി, ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. ആപ്പിളിന്റെ CEO പറഞ്ഞ ഡയലോഗ് കേട്ടോ, തുച്ഛമായ വിലയ്ക്ക് ഭൂമി കിട്ടുന്ന ഈ ലോകത്ത് വേറെ ഏതൊരു സ്ഥലമുണ്ട്. അതുപോലെ തന്നെ ഞങ്ങൾക്ക് വേണ്ട വെള്ളം, വൈദ്യുതി ഒക്കെ കിട്ടുന്ന സ്ഥലം. അപ്പൊ ഇവിടെ കളഞ്ഞിട്ട് ഞങ്ങൾ ഇനി എവിടെ കൊണ്ട് ആപ്പിൾ വെക്കാനാണെന്ന് വെച്ചതാ. അപ്പം അതൊന്നും. 3-ാമത്തെ കാര്യം സെക്യൂരിറ്റിയാണ്. ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല. ഇനി ഞാനൊരു രസകരമായ കഥ കൂടെ പറയാം. നമ്മുടെ സ്റ്റാലിൻ ഉണ്ടല്ലോ, കാരണം തമിഴ്നാട്ടിലെ, ഇദ്ദേഹം നമ്മുടെ പിണറായി വിജയനേക്കാളും വലിയ കടുത്ത മോദി വിരോധിയാണ്, BJP വിരോധിയാണ്. ഇതൊക്കെ അദ്ദേഹം പറയുമെങ്കിൽ അദ്ദേഹത്തിന്റെ നാട്ടിൽ ആണ് ഈ സാംസങ്ങിന്റെ പ്ലാന്റ് ഉള്ളത്. കുറച്ചു നാൾക്ക് മുമ്പ്, ഒരു 5-6 മാസം മുമ്പ്, സാംസങ് പ്ലാന്റിൽ ഒരു സമരം നടന്നു. സാലറി വർധനം ആവശ്യപ്പെടുന്നു. സമരം നടത്തിയാരെന്നറിയാവോ? CATU-കാരാ. അപ്പം CPM-ന്റെ പിന്തുണയോടുകൂടി. അപ്പം CPM DMK-യുടെ ഒരു സഖ്യകക്ഷി കൂടിയാണ് സമരം ചെയ്തത്. എന്താ സ്റ്റാലിൻ ചെയ്തതെന്നറിയാം? തൂക്കിയെടുത്ത് അകത്തിട്ട്, ജാമ്യം കൊടുത്തില്ല. 45 ദിവസം അകത്ത് കിടന്നു, നേതാക്കൾ ഉൾപ്പെടെ എല്ലാവരും. ഇവിടെ CPM, നമ്മൾ ന്യൂസിന്റെ മേലുള്ള വാർത്ത കൊടുത്തായിരുന്നു, ഇവിടെ കമാന്നൊരു അക്ഷരം ഇവിടുത്തെ സഹാക്കളാരും മിണ്ടിയില്ല, ഇടിച്ചു മൂത്ത് കളഞ്ഞുമാരെ. കാരണം ഒരു സ്ഥാപനം അവിടെ വന്നിട്ട് അതിനെ പൂട്ടിക്കാൻ വേണ്ടിയിട്ട് സമരം ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതാണ് ഞാൻ പറഞ്ഞത്, ഈ ആ സംസ്ഥാനത്തോട് കൂറുള്ള ഒരു ഭരണാധികാരിയാണ് അവിടെ ഭരിക്കുന്നത്. അദ്ദേഹത്തിന് പൊളിറ്റിക്കലി നമുക്ക് എതിർപ്പുണ്ടാകാം. നരേന്ദ്രമോദിയെ നമുക്ക് എതിർക്കാം, അത് പൊളിറ്റിക്കലി ഉള്ള എതിർപ്പാണ് എന്ന് കരുതിയിട്ട് അവിടുത്തെ ഒരു പദ്ധതി തകിടം മറിച്ചിട്ടാണോ എതിർപ്പ് പ്രകടിപ്പിക്കേണ്ടത്? ഇപ്പം കേന്ദ്രം തരുന്നൊരു ഫണ്ട് ഇവിടെ വികസനത്തിനാ ചെലവഴിക്കണം. നരേന്ദ്രമോദിയുടെ ഇതല്ലേ എന്നാ വേണ്ട. ഇപ്പൊ കേന്ദ്രത്തിന് ഫണ്ട് വേണ്ട, ഞങ്ങൾക്ക് ദേശീയപാത വേണ്ട, ഞങ്ങൾക്ക് BJP-യുടെ എതിർപ്പാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇന്നും കുണ്ടും കുഴിയുമായ റോഡിൽ കൂടെ പോകുമായിരുന്നു. അപ്പം വികസനം വരാതെ ഇനി മുമ്പോട്ട് പോകാൻ കഴിയില്ല. ഇപ്പൊ ഈ 4 കാര്യങ്ങളാണ് കഴിഞ്ഞ 10 വർഷം കൊണ്ട്, 10 അല്ല 15-ാമത്തെ വർഷത്തിലേക്ക് നമ്മൾ കടക്കും. അത്രയും നാൾ കൊണ്ട് നമ്മുടെ രാജ്യത്ത് നരേന്ദ്രമോദി വളരെ ഫാസ്റ്റായിട്ട് മാറ്റിയെടുത്തു. അതിന്റെ ഫലം ഉണ്ടാകാൻ തുടങ്ങി. പിന്നെ നമ്മുടെ നിലപാടുകൾ മാറ്റി. നമുക്ക് ചേരിചേരാ നയമായിരുന്നു. 2-ാം ലോക മഹായുദ്ധത്തിന് ശേഷം ലോകത്ത് ശാക്തിക ചേരികളുണ്ടായി. ശീതയുദ്ധകാലമായിരുന്നു. ഒന്ന് അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള ഒരു മുന്നണി, കുറേ രാജ്യങ്ങൾ അതിലും, മറ്റൊരിടത്ത് റഷ്യയുടെ കീഴിലുള്ള ഒരു മുന്നണി മറ്റൊരു ഭാഗത്ത് നിലകൊണ്ടപ്പോൾ ഇന്ത്യ എടുത്ത നയം ചേരിചേര. ഇന്ത്യയുടെ കൂടെ കുറേ രാജ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതായത് നമ്മൾ ഒന്നിനുമില്ല, അതുകൊണ്ട് തന്നെ നമ്മളാരും മൈൻഡ് ചെയ്യാനും പോയില്ല. അപ്പോൾ ഒന്നിനും ഇല്ലാത്തതിനോട് ചോദിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ഇപ്പൊ എന്റെ കൂടെ നിൽക്കുന്നവരെ ഞാൻ സംരക്ഷിക്കും, അല്ലെ? അങ്ങനെയാണ് റഷ്യ പറയും.
അമേരിക്കക്കാരൻ എന്ത് പറയുന്നു? എന്റെ കൂടെ നിൽക്കുന്നവരെ ഞാൻ രക്ഷിക്കും. രണ്ടിലും പെടാത്തവനെ ആരും രക്ഷിക്കും? ആരും രക്ഷിക്കത്തില്ല. നമ്മൾ ഇവിടുന്ന് സമാധാനവും അഹിംസയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും, ഞങ്ങൾ ഒന്നിലും ഇല്ല എന്ന് അവർ പറഞ്ഞുകൊണ്ടിരിക്കും. നരേന്ദ്രമോദി വന്നപ്പോഴത്തേക്കും സ്റ്റൈല് മാറി. അദ്ദേഹം പറഞ്ഞു എന്റെ രാജ്യമാണ് വരുന്നത്, എന്റെ രാജ്യത്തിന് നേട്ടം കിട്ടുന്നത് എന്തും ഞാൻ ചെയ്യും. അതിർത്തി കടന്ന് ഭീകരവാദം ചെയ്യുന്നവരെ തിരിച്ചടിക്കാൻ ആദ്യമായിട്ട് ആ പോളിസി ലോകത്തുണ്ടാക്കിയ വ്യക്തി നരേന്ദ്രമോദിയാണ്. അതായത് നമ്മുടെ രാജ്യത്ത് ഭീകരപ്രവർത്തനം നടത്തുകയാണെങ്കിൽ അതിർത്തി കടന്നും ഈ ലോകത്തിന്റെ ഏത് കോണിലാണെങ്കിലും അവനെ തിരിച്ചടിക്കാനുള്ള അവകാശം ആ രാജ്യത്തിനുണ്ട് എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞതിന് ശേഷമാണ് അതിന് വലിയൊരു സ്വീകാര്യത അതിന് ലഭിക്കുന്നത്. ഒപ്പം തന്നെ ഇന്ന് ഇന്ത്യ ആ പോളിസിയായിട്ട് മുമ്പോട്ട് പോകുമ്പോൾ ഒരു രാജ്യം അത് മിണ്ടാത്തതിന് കാരണം എന്താണ്? നമ്മൾ ചെയ്ത കാര്യം ഇസ്രായേലിന് മറ്റ് രാജ്യങ്ങൾക്ക് എല്ലാം ഇതേ രീതിയിൽ നമ്മൾ പിന്തുണ കൊടുത്തു. നിങ്ങൾ അടിച്ചോ എന്ന് പറഞ്ഞു. ഞങ്ങളാരുടെ ഭാഗത്തൊന്നുമില്ല, പക്ഷെ തെറ്റേണ്ട ഞാൻ നിങ്ങൾ ചോദിക്കും, നിങ്ങൾ നിന്നോ എന്ന് പറയാൻ ഒരു ഭരണാധികാരി വന്നു. മുൻപായിരുന്നു അതല്ല, ചേരി മിണ്ടത്തില്ല, ഇവിടെ ഇരിക്കും. അതാണ് സംഭവം. ഇവിടെ അതല്ല, നമുക്കൊരു ഉറച്ച സ്റ്റാൻഡാ. ഇവിടെ ഇന്ദിരാഗാന്ധി പോയി യാസർ അറാഫത്തിനെ കാണുന്നു, കെട്ടിപ്പിടിക്കുന്നു, സമ്മാനം വാങ്ങുന്നു. ഇത് ഇസ്രായേലിനെ രഹസ്യമായി കാണുന്നു, സംസാരിക്കും. ഇപ്പോഴതല്ലല്ലോ, പരസ്യമായ സ്റ്റാൻഡല്ലേ. ഇസ്രായേലിനോട് പറയുന്നു നിങ്ങളുടെ രാജ്യത്ത് കയറി ഭീകരപ്രവർത്തനം അടിക്ക്, ഞങ്ങളുടെ കൂടെ എന്ന് പറയുന്നു. നമ്മുടെ നിലപാട്, രാജ്യത്തിന്റെ നിലപാട് സ്വതന്ത്ര പാലസ്തീനാണ്, അത് വേണം. സംഭവം ക്ലിയർ അല്ലേ? ഇത്രയും പറഞ്ഞാൽ മതിയായിരുന്നു മുൻപും. പക്ഷെ അത് എനിക്ക് തോന്നുന്നത് പറയാൻ കഴിയാതിരുന്ന കാര്യം, അതിനൊരു കെട്ടുറപ്പുള്ള ഒരു ഭരണകൂടമോ ഭരണാധികാരികളോ ഇല്ലായിരുന്നു. പിന്നെ ഒരു സ്റ്റെബിലിറ്റിയുള്ള സർക്കാർ നമുക്ക് കുറെ നാളായിട്ട് ഇല്ലായിരുന്നു. 10-28 മുന്നണികൾ ചേർന്നിട്ട് ഒരു അവിയല്, അതായത് ഒരു തൂക്ക് സഭ. ഇതിനകത്ത് ഏതെങ്കിലും ഒരുത്തും തുമ്മിയ താഴെ പോകുന്നൊരു ഭരണമായിരുന്നു. ജയലളിതയെ ഒരു ദിവസം കണ്ടില്ലെന്നുണ്ടെങ്കിൽ വലിയ തലക്കെട്ടാണ്, പിന്തുണ പിൻവലിക്കാൻ പോകുന്നു, ജയലളിതയെ കാണാനില്ല, അല്ലെങ്കിൽ ജയലളിത മിണ്ടിയില്ല എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിൽ കൂടെയാണ് നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരുന്നത്. അതാ ഞാൻ പറഞ്ഞത്, ഒരുത്തിന് തുമ്മിയാലോ പനി പിടിച്ചാലോ ഭരണം താഴെ പോകുന്ന ഒരു രാജ്യത്ത് നിന്ന് ഒറ്റയ്ക്ക് ഭരിക്കാനുള്ള ഒരു കപ്പാസിറ്റിയിലേക്ക് കൊണ്ടുവന്നത് നരേന്ദ്രമോദിയാണ്. ഒപ്പം തന്നെ അദ്ദേഹം പോയി എല്ലായിടത്തും വിലപേശി. അദ്ദേഹം ചെയ്ത കാര്യം എന്ന് വെച്ചാൽ അതുവരെ നമ്മളെ ചവിട്ടി വെച്ചുകൊണ്ടിരുന്ന ചില രാജ്യങ്ങളുണ്ട്, അത് പ്രത്യേകിച്ച് GCC കൺട്രീസ് ഉണ്ട്, ഗൾഫ് കൺട്രീസ്. അവരുടെ ഓയിൽ, അതിനകത്ത് നമുക്ക് വലിയ പ്രഷർ തന്നിരുന്നു. കാലാകാലങ്ങളായി ഇന്ത്യ ആവശ്യപ്പെടുന്ന ഒരു ആവശ്യമുണ്ട്. അത് രണ്ട് കാര്യങ്ങളാണ് ഇന്ത്യ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇവരുടെ കമ്മിറ്റി കൂടി തീരുമാനിക്കുന്നത് ഈ ഓയിലിന്റെ വില കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്ന ഈ കമ്മിറ്റിയാണ്. അപ്പൊ ഇവരെന്ത് ചെയ്യുന്ന വെച്ചാൽ ഈ കച്ചവടം കുറയുമ്പോഴത്തേനും ഇവർ ഉൽപ്പാദനം കുറച്ച് കളയും. പക്ഷെ അത് ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങളെ ഭയങ്കരമായിട്ട് ബാധിക്കും. ഉൽപ്പാദനം കുറഞ്ഞു കഴിയുമ്പോൾ നമ്മളെ കണക്കുള്ളവർക്ക് കൂടുതൽ പണം മുടക്കി ഈ സാധനം വാങ്ങേണ്ടതായിട്ട് വരും. അപ്പൊ നമ്മൾ പറഞ്ഞത് നിങ്ങൾ അത് ചെയ്യരുത്, നിങ്ങൾ കൂടുതൽ ഉൽപ്പാദിപ്പിച്ച് ഞങ്ങൾ എടുക്കാം, അപ്പൊ നിങ്ങൾക്ക് പഴയ റേറ്റ് തരാൻ പറ്റുമോ എന്നാണ് ചോദിച്ച ഒരു ചോദ്യം. എത്രയോ കാലങ്ങളായിട്ട് നരേന്ദ്രമോദി ചോദിച്ചതല്ല, അതിന് മുമ്പുള്ള ഭരണാധികാരികൾ ചോദിച്ചുകൊണ്ടിരുന്ന കാര്യമാണ്. ഒപ്പം തന്നെ നമ്മൾ പറഞ്ഞ മറ്റൊരു കാര്യം, നമ്മുടെ പ്രധാന ആവശ്യം എന്ന് പറഞ്ഞാൽ, ഇപ്പോ നിങ്ങൾക്ക് നമ്മളോട് വിനിമയം ചെയ്യാൻ, ട്രാൻസാക്ഷന് വേണ്ടിയിട്ട് ഇന്ത്യൻ രൂപയെ അംഗീകരിച്ചുകൂടെ? കാരണം നിങ്ങൾ ഈ ഡോളറിലേക്ക് ട്രാൻസാക്ഷൻ ചെയ്യുമ്പോൾ അതും ഞങ്ങൾക്ക് നഷ്ടമാണ്, അതും പറ്റില്ലെന്ന് പറഞ്ഞു. ഇന്നിപ്പോ എന്തായി അവസ്ഥ? അദ്ദേഹം ചെയ്തത് GCC കൺട്രീസിനോട് കിഴിയാൻ പോയില്ല, GCC കൺട്രീസിനോട് യാചിക്കാനും പോയില്ല. അദ്ദേഹം നേരെ പോയത് ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ പോയിരുന്നു, ആഫ്രിക്കയിലെ ചില രാജ്യങ്ങളിൽ പോയിരുന്നു. എല്ലായിടത്തും കിട്ടാവുന്നിടത്തുനിന്നൊക്കെ എണ്ണ മേടിച്ചു. ചിലതൊക്കെ നഷ്ടമായിരുന്നു, ചിലതൊക്കെ ലാഭമായിരുന്നു. കൊണ്ടുവന്നപ്പോഴത്തേനും അവർക്കൊരു കാര്യം മനസ്സിലായി, അത് ഇവരെ കാണിക്കാൻ വേണ്ടി തന്നെ ചെയ്തതാ. ഇവർക്ക് മനസ്സിലായി എന്താണ്, ഇവനാളും നമ്മൾ വിചാരിച്ചതൊക്കെയല്ല, നമ്മളിപ്പോൾ എണ്ണ കൊടുത്തില്ലെങ്കിൽ അവൻ വേറെ എവിടെ കൊണ്ടുവരും എന്നൊരു ചിന്താഗതി അവർക്ക് വന്നു തുടങ്ങി. പിന്നെ അമേരിക്കയുടെ ഉപരോധം മറികടന്ന് റഷ്യയെ നമ്മളിപ്പോൾ 1ാം സ്ഥാനത്ത് എത്തിച്ചു എണ്ണ വാങ്ങിച്ചിട്ട്. അപ്പൊ എന്ത് പറ്റി? GCC കൺട്രീസ് നമ്മൾ പറഞ്ഞ ഡിമാൻഡുകളിലേക്ക് എത്തി. അവർ പറഞ്ഞു നിങ്ങൾക്ക് എത്ര എണ്ണ വേണം, കൂടുതൽ മേടിച്ചാൽ മതി. അതിന്റെ ഇടയ്ക്ക് UAE ഇതിന്റെ ഒരു പ്രശ്നങ്ങൾ, ഇതിന്റെ ഇടയ്ക്ക് വേറൊരു കളി നടന്നിട്ടുണ്ട്. ഈ GCC കൺട്രീസിനകത്തുള്ളതാണ് UAE. അപ്പൊ UAE നമ്മളോട് നല്ല ടൈംസ് പോകുന്ന ഒരു രാജ്യമാണ്. അപ്പൊ അവരുടെ കയ്യിൽ നമ്മൾ കൂടുതൽ എണ്ണ എടുക്കാമെന്ന് പറഞ്ഞു. എന്നിട്ട് UAE ഒരു അപേക്ഷ ഇവർക്ക് കൊടുത്തിരുന്നു, ഞങ്ങൾക്ക് കൂടുതൽ എണ്ണ, ഇവർ അനുവാദം കൊടുക്കണം കൂടുതൽ എണ്ണ ഉൽപ്പാദിപ്പിക്കണം എന്ന് പറഞ്ഞൊരു പെർമിഷന് വേണ്ടിയിട്ട് അപേക്ഷ കൊടുത്തിട്ട് ആ അപേക്ഷ പരിഗണിച്ചില്ല ഇവര്. എന്താ കാര്യം എന്ന് വെച്ചാൽ UAE കൂടുതൽ ഉണ്ടാക്കി ഇന്ത്യ മേടിക്കുമല്ലോ, അങ്ങനെ വേണ്ട, ഉൽപ്പാദനം കുറച്ചുകൊണ്ട് വില കൂട്ടി തന്നെ വിൽക്കാമെന്ന് വെച്ചു. പക്ഷെ ഈ ഒരു പ്രഷറിനിടയ്ക്ക് എന്താ സംഭവിച്ചെന്ന് വെച്ചാൽ UAEക്ക് കൂടുതൽ എണ്ണ ഉൽപ്പാദിപ്പിക്കാനുള്ള പെർമിഷൻ അവർ കൊടുത്തു. ഇപ്പൊ നമ്മൾ UAEയുടെ കൂടുതൽ വാങ്ങുന്നുണ്ട്, ഇറാഖിന്റെ വാങ്ങുന്നുണ്ട്, ഇറാന്റെ വാങ്ങുന്നുണ്ട്. നമ്മൾ വാങ്ങാത്ത കാര്യമില്ല. ആരെങ്കിലും എണ്ണ എന്ന് പറഞ്ഞാൽ അപ്പൊ പിറ്റേ ദിവസം പോവാ ഇവിടുന്ന് എണ്ണ എടുക്കാനായിട്ട്. ആ ഒരു അവസ്ഥയിലേക്ക് വന്നപ്പം ഒരു അപ്രമാദിത്യം അവിടെ തീർന്നു. 2 ആയുധ വിപണിയായിരുന്നു. അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങളായിരുന്നു എന്നും ഈ ആയുധ കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതങ്ങ് മാറ്റി വെച്ചു ഇന്ത്യ. നേരെ പോയി ഫ്രാൻസിന്റെ വിമാനങ്ങൾ, കാരണം ഏറ്റവും ബെസ്റ്റ് ജെറ്റ് മിഷനറീസും ഇല്ലെങ്കിൽ അതിന്റെ എഞ്ചിനുകളും മറ്റും നിർമ്മിക്കുന്ന അമേരിക്കൻ കമ്പനികളൊക്കെ തന്നെയാണ്. ഇപ്പൊ ഫ്രാൻസും ആ നിലയിലേക്ക് മാറിയിട്ടുണ്ട്. ഫ്രാൻസിന്റെ വിമാനം വാങ്ങി. റഷ്യയുമായിട്ട് നമ്മൾ ഡൗൺ ആയിരുന്നു നമ്മളുടെ കച്ചവടം, കാരണം നമുക്ക് ഭയമായിരുന്നല്ലോ അമേരിക്കക്കാരനെ പേടിച്ചിട്ട് ഇതൊന്നും ചെയ്യാത്ത അവസ്ഥയാണ്. നേരെ മോദി വെച്ച് പിടിച്ചു. അപ്പോഴാണ് ഇവിടുത്തെ ചില മാധ്യമ പുങ്കവന്മാർ പറഞ്ഞത് റഷ്യ കണ്ടം ചെയ്യാൻ വെച്ചിരുന്ന ഇരുമ്പെല്ലാം കൂടെ മോദി തൂക്കി മേടിച്ചുകൊണ്ട് വരുന്നു, അത് വലിയ തട്ടിപ്പാണ് നടക്കുന്നതാണ്. ആ തൂക്കി മേടിച്ചിട്ടുള്ള സാധനമാണ് S-400 എന്നും കൂടെ നമ്മൾ ആലോചിക്കേണ്ടതായിട്ടുണ്ട്. അവിടെ പോയി സാധനം കൊണ്ട് ഇറക്കുമതി ചെയ്യാൻ തുടങ്ങി. അപ്പൊ എന്ത് പറ്റി? അമേരിക്കക്ക് മനസ്സിലായി, ഇവര് ഇപ്പം നമ്മളില്ലെങ്കിലും ഒരു ബാക്കിയുള്ള ഇതാകും. എന്നിട്ട് നമ്മുടെ ഏറ്റവും വലിയൊരു പോളിസി, എനിക്ക് തോന്നുന്നു ഈ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എക്കാലം ഓർത്തിരിക്കുന്നത്
മേക്ക് ഇൻ ഇന്ത്യയുടെ പേരിലായിരിക്കും. മേക്ക് ഇൻ ഇന്ത്യ, മെയ്ഡ് ഇൻ ഇന്ത്യയുടെ പേരിലായിരിക്കും അദ്ദേഹം ഓർത്തിരിക്കുന്നത്. നമ്മുടെ രാജ്യത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് നമ്മൾ സ്വയം പര്യാപ്തത്തിലേക്ക് നമ്മുടെ ആയുധ വിപണി എത്തി. ഇന്ന് 100ഓളം കമ്പനികളുണ്ട്, 100ഓളം ഫാക്ടറികളുണ്ട്, ആയുധ ഫാക്ടറികൾ ഇന്ത്യയിലുണ്ട്. ഈ 100ഓളം ആയുധ ഫാക്ടറിയിൽ നിന്ന് സാധനങ്ങൾ പല രാജ്യത്തേക്കും കയറി പോകുന്നുണ്ട്. കയറി പോകുന്നു എന്ന് പറയുമ്പോഴത്തേനും ഒരു പക്ഷെ പ്രേക്ഷകർ കരുതും ഈ തോക്കും മറ്റേ ഈ മറ്റേ എന്തോ ഭീരങ്കികളും ഒക്കെയാണ്. അല്ല, ചെറിയ ചെറിയ പാർട്സ് ഉണ്ടാക്കുന്ന കമ്പനികളുണ്ട്. ഈ കണ്ടന്റ് സെമി കണ്ടക്ടർ ചിപ്പുകൾ, അതുപോലെ ബുള്ളറ്റുകൾ, ഇതിനാവശ്യമായ ജാക്കറ്റുകൾ, അങ്ങനെ പല ടൈപ്പാണല്ലോ. ഒരു ആയുധ വിപണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തോക്കും ബോംബും ഇല്ലെങ്കിൽ അങ്ങനെയുള്ള മിസൈലുകൾ മാത്രമല്ലല്ലോ, അതിനുള്ള അനുബന്ധ സാധനങ്ങളുണ്ട്. ഇത് 100ഓളം കമ്പനികൾ ഇന്ത്യക്കകത്ത് കയറ്റുമതി ചെയ്യുന്ന വിവിധ രാജ്യങ്ങളുണ്ട്. അത് നമ്മുടെ അങ്ങനെ നമ്മൾ സ്വയം പര്യാപ്തതയിലേക്ക് നമ്മൾ ആ ഒരു കാര്യത്തിലേക്ക് മാറി. മറ്റൊന്ന്, നമ്മൾ പറയാതെ തന്നെ ഇത്രയും ചെയ്തു കഴിയുമ്പോൾ, നമ്മൾ പറഞ്ഞില്ലേ നമ്മുടെ രാജ്യത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, ഇത്രയും ചെയ്തൊരു ഭരണാധികാരി മുമ്പിൽ നിൽക്കും, ജനം ഒറ്റക്കെട്ടായിട്ട് ഇറങ്ങി, യുവാക്കള്. ഇന്ന് ഇന്ത്യയിൽ എത്രയോ 10,000-കണക്കിന് സ്റ്റാർട്ടപ്പുകളാണ് ഉള്ളത്, 10,000-കണക്കിന് സ്റ്റാർട്ടപ്പുകൾ. ധനുഷ്, ഏറ്റവും വലിയ രസം, ഈ ആയുധ ഫാക്ടറി പലതും സ്റ്റാർട്ടപ്പുകളാണ്. ഇന്ത്യയുടെ ഇപ്പൊ പുതിയ ടെക്നിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ത്യ ഇപ്പം നിതിൻ ഗഡ്കരിയുടെ ഒരു പുതിയ ഒരു സാധനം ഇപ്പൊ വരുന്നുണ്ട്, 2026 വരും. അതായത് നമുക്ക് ഈ നെറ്റ് ഇല്ലെങ്കിൽ പോലും നമുക്ക് മാപ്പ് കാണാം. ഇപ്പൊ നമ്മൾ ഗൂഗിൾ മാപ്പ് ആണല്ലോ യൂസ് ചെയ്യുന്നത്, അതിന് പകരം ഇന്ത്യയുടേതായിട്ടൊരു മാപ്പ്. അത് ആർക്കാ കൊടുത്തെന്ന് അറിയാം? പിള്ളേരെ വിളിച്ചു, യൂത്ത് അവന്മാര് പഠിച്ചൊക്കെ ഇറങ്ങിയിട്ട് ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങുമല്ലോ. വിളിച്ചിട്ട് പറഞ്ഞു, ചേട്ടാ ഇങ്ങനെ ഒരു സാധനം ഉണ്ടോ, ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവർ റെഡിയാണ്. ഇന്ന് ഇന്ത്യയിലുള്ള മിക്കവാറും എല്ലാ സാധനങ്ങളും ഇപ്പൊ ഇവരെ ഏൽപ്പിക്കുന്നത്. കാരണം ഇവരാകുമ്പോഴത്തേക്കും ഭയങ്കര എനർജറ്റിക് ആയിട്ട് ഈ സാധനം ചെയ്തിട്ട് സൈബർ മേഖലയിലൊക്കെ പാകിസ്ഥാൻ സൈബർ അറ്റാക്ക് നടത്താൻ നോക്കിയിട്ട് നടക്കാത്തതിന് കാരണം ഈ യൂത്താണ്. അവർക്ക് പ്രോത്സാഹനം കൊടുത്തു കഴിഞ്ഞപ്പോൾ, അവർക്ക് വേണ്ട ഫെസിലിറ്റി കൊടുത്തു കഴിഞ്ഞപ്പോൾ, അവരെ പ്രോത്സാഹിപ്പിച്ചപ്പോൾ അവർ വലിയ നിലയിലേക്കായി. ഇത് 10,000-കണക്കിന്, എനിക്കിത് കേരളത്തിൽ മാത്രമേ ഉള്ളൂ സ്റ്റാർട്ടപ്പ് കമ്പനികൾ യുവാക്കൾ കുറവ് രജിസ്റ്റർ ചെയ്തെന്ന് തോന്നുന്നു. ബാക്കി എല്ലാ സ്റ്റേറ്റിലും കൂടുതലാണ്. നല്ല കഴിവും ബുദ്ധിയും നമുക്ക് നല്ല പ്രൊഡക്ടിവിറ്റിയും ഉണ്ടായെന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും സ്റ്റാർട്ടപ്പുകൾ വരും. ഇന്നിപ്പോൾ ഇന്ത്യയുടെ ഒരു കരുത്ത് സ്റ്റാർട്ടപ്പുകളാണ്. കാരണം ഇന്ത്യയിൽ എല്ലായിടത്തും വലിയ ഫാക്ടറി തുടങ്ങിയൊക്കെ കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ വലിയ പ്രയാസകരമാണ്. അപ്പൊ കുറഞ്ഞ മുതലുള്ളൊക്കെ സ്റ്റാർട്ടപ്പ് ഒരുത്തൻ നട്ടുണ്ടാക്കിയാൽ മതി എന്നേ. ഒരു സ്റ്റാർട്ടപ്പിൽ നിന്ന് ഒരു കാറിന്റെ നട്ടുണ്ടാക്കിയാൽ മതി, അടുത്ത ആൾ അതിന്റെ ഒരു കേബിൾ ഉണ്ടാക്കിയാൽ മതി. ഇങ്ങനെയുള്ള ഒരു 10 സ്റ്റാർട്ടപ്പ് ചേരുമ്പോൾ ഒരു കാറായി. ഇതാണ് ഇവിടുത്തെ പുതിയ മെത്തേഡ്. മറ്റൊന്ന്, മറ്റ് രാജ്യങ്ങളിൽ നിന്ന് നമ്മൾ തന്ത്രപൂർവ്വം ചെയ്തൊരു കാര്യമുണ്ട്. നമ്മുടെ ഈ രാജ്യത്ത് ഏറ്റവും കൂടുതൽ സാധനങ്ങളുടെ കച്ചവടം നടത്തുന്ന ചൈനക്കാരുടെയാണ്. മൊബൈൽ ഫോൺ, അതുപോലെ തന്നെ ലൈറ്റുകൾ, ഈ അലങ്കാര ലൈറ്റുകളാണെങ്കിലും, പിന്നെ എന്തിനേറെ പറയുന്നത് കളിപ്പാട്ടം, എല്ലാം ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എല്ലാം മെയ്ഡ് ഇൻ ചൈനയായിരുന്നു. അപ്പൊ അതിനെന്താണ് നമ്മൾ ചെയ്തതെന്ന് വെച്ചാൽ, ഇപ്പൊ ചൈനയെ നമുക്ക് പരസ്യമായിട്ട് പറയാൻ പറ്റില്ലല്ലോ അവരുടെ സാധനം മേടിക്കരുതെന്ന്. അതിന് അദ്ദേഹം ചെയ്ത പണി, പതുക്കെ ടാക്സ് അങ്ങ് കൂട്ടിക്കൊടുത്തു. 102% ടാക്സ് ചൈനയ്ക്ക് കൊടുത്തു. അപ്പൊ അവരുടെ സാധനം വില കൂടുതലാണ്, ഇവിടെ മേടിക്കാൻ കഴിയുന്നില്ല. ആ സാഹചര്യം വന്നപ്പോൾ ഇന്ത്യ തന്നെ നിർമ്മിക്കേണ്ട ഒരു സാഹചര്യം വരുന്നു. പല കമ്പനികളും ഇന്ത്യ വരാൻ തുടങ്ങി, അവരുടെ സാമഗ്രികൾ ഇവിടെ കൊണ്ടുവച്ചിട്ട് ഇവിടുന്ന് പ്രൊഡക്ട് ചെയ്യാൻ തുടങ്ങി. അതിനിടയിൽ ഇന്ത്യൻ ജനം കൂടെ കട്ടക്കിറങ്ങി കഴിഞ്ഞപ്പോൾ ഇന്ത്യയുടെ ഒരു ഭയങ്കര വൈകാര്യമായ ഒരു അവസ്ഥയുണ്ട്, ഇന്ത്യൻ ജനത്തിന്റെ ഒരു ഫീലുണ്ട്. അത് നമ്മളിപ്പോൾ പലപ്പോഴും കണ്ടതാണ്. ഈ ഗാൽവാൻ താഴ്വരയിലുള്ള സംഘർഷം നടന്നതിന് തൊട്ട് പിന്നാലെ ചൈനയുടെ പടക്കക്കട നമ്മൾ പൂട്ടിച്ചു വായി കൊടുത്തായിരുന്നു. ആ വർഷത്തെ ദീപാവലിക്ക് 50,000 കോടി രൂപയുടെ നഷ്ടമാണ് ചൈനയ്ക്കുണ്ടായി. അവരുടെ പടക്കമൊക്കെ ചീറ്റിപ്പോയി. അത് ഇപ്പൊ മാലി ദ്വീപ്സ് നമുക്കെതിരെ എന്തോ പറഞ്ഞു എന്ന് പ്രധാനമന്ത്രി അപമാനിച്ച ഒരു കേസ് ഉണ്ടായിരുന്നല്ലോ. അപ്പൊ അതപ്പം അവരെ തെണ്ടിച്ച് കൈക്കൊടുത്ത് ഇന്ത്യൻ ജനതയാണ്, സർക്കാരല്ല പറയുന്നത്. ഇത് തുർക്കിയുടെ പേര് പറഞ്ഞു, തുർക്കിയുടെ ഡ്രോണാണ് നമുക്ക് ആക്രമിച്ചത്. എന്നാൽ നിങ്ങൾ തുർക്കിക്കാരൻ ഞങ്ങളുടെ പൈസ കൊണ്ടുപോകണ്ടെന്ന് പറഞ്ഞിട്ട് ആ ബേക്കറി മിഷനറീസ് ഉൾപ്പെടെയുള്ളത് നമ്മൾ നിർത്തി. അവരുടെ ആപ്പിൾ കഴിക്കുന്നില്ല, ഒന്നും ഒരുപാട് പ്രൊഡക്റ്റ് ഉണ്ട് ഈ തുർക്കിയുടെ, ഈന്തപ്പഴത്തിന് ജാം, അങ്ങനെയൊക്കെ കുറെ സാധനം വരുന്നുണ്ട്. അതെല്ലാം നമ്മൾ ബോയ്ക്കോട്ട് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. അതാരാ? ജനമാണ് ബോയ്ക്കോട്ട് ചെയ്തത്, രാജ്യമല്ല. അപ്പൊ നമ്മുടെ രാജ്യത്തിന് ജനത്തിന് അറിയാം എന്ത് വേണം എന്നുള്ളത്. ഇവിടെയാണ് ട്രംപിനെ പോലുള്ളവരുടെ ഈ അഭ്യാസം, പഴയ ഒരു അഭ്യാസം ഇന്ത്യ നടക്കില്ല എന്നുള്ളത് ട്രംപിനും അറിയാം. ഇപ്പൊ അജിത് ഡോവല് പുടിനെ കാണാൻ അടുത്ത ആഴ്ച റഷ്യയിലേക്ക് പോകും. ഇതിനെക്കുറിച്ച് പലരും പറയുന്നത് ആയുധം വാങ്ങാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ അതിനല്ല. ഞാൻ കരുതുന്നത് അത് നരേന്ദ്രമോദിയുടെ മറ്റൊരു മൂവ്മെന്റ് ആയിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം ഇപ്പോൾ നമ്മുടെ എസ് ജയശങ്കറും അമേരിക്കയുമായി ചേർന്നിട്ട് ഒരു വ്യാപാര കരാർ ചർച്ച ചെയ്യുന്നുണ്ട്. ട്രംപ് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ഞങ്ങളുടെ സാധനങ്ങൾക്കെല്ലാം ഇന്ത്യ തീരുവയില്ലാതെ ഇറക്കാൻ തീരുമാനിച്ചെന്ന്. അതിന്റെ പിറ്റേ ദിവസം എസ് ജയശങ്കർ പറയുന്നത് കേട്ട്, പിന്നെ ഞങ്ങൾക്ക് മെച്ചമില്ലെങ്കിൽ ഞങ്ങൾക്ക് ഒരു ചർച്ചയ്ക്കും താല്പര്യമില്ല, ഞങ്ങൾക്ക് കൂടെ മെച്ചമാണെങ്കിൽ നമുക്ക് ഇരിക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ ചർച്ച നടക്കാൻ പോകുന്നു. ചർച്ച നടക്കുന്നതിന് തൊട്ട് മുമ്പാണ് അജിത് ഡോവൽ എവിടെ പോയിരിക്കുന്നത്? പുടിനെ കാണാൻ പോയിരിക്കുന്നത്. എന്തിനാണെന്നറിയാവോ? പുട്ടിന്റെ അടുത്ത് പോയിട്ട് 2-3 വമ്പൻ കരാറിന്റെ രൂപരേഖ അങ്ങ് തയ്യാറാക്കും, ആയുധം ഉൾപ്പെടെ. ഇത് കാണുമ്പോഴത്തേനും ഈ അമേരിക്ക കരുതുകയും ഇവനുമായിട്ട് ഉടക്കാൻ പോയി കഴിഞ്ഞാൽ ആ കച്ചവടം മുഴുവൻ റഷ്യ കൊണ്ടുപോകും. ഉടക്കാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് കച്ചവടം നമുക്കും കിട്ടും. അതുകൊണ്ട് വലിയ മസിൽ പിടുത്തത്തിന് പോകണ്ടെന്നുള്ള ഈ ഒരു ഗെയിമാണ് നരേന്ദ്രമോദി ഹീറോ ആക്കി മാറ്റുന്നത്. ഈ ഗെയിം കളിക്കണമെങ്കിൽ ചെറിയ ഗട്ട്സ് ഒന്നും പോരാ, നല്ല ഗട്ട്സ് തന്നെ വേണം ഈ അമ്മമാരോട് മുട്ടി നിൽക്കണമെങ്കിൽ.
അതായത് ഒരിടത്ത് കാണിച്ചിട്ട് ഇത്രയും കോടി രൂപയുടെ പർച്ചേസിംഗ് ആണ് ഞങ്ങൾ അവിടെ നടത്തുന്ന ആയുധത്തിന്റെ, അത് ഞങ്ങൾ ചെയ്യാൻ പോകുന്നു. നിങ്ങളുടെ നിങ്ങളുമായിട്ടൊരു എന്താണ് ഈ വ്യാപാര കരാർ, നിങ്ങൾ പറയുന്ന പോളിസിയാണ്, അത് നിങ്ങൾ തന്നെ വെച്ചോളൂ, ഞങ്ങൾക്ക് ആവശ്യമില്ല. കാരണം നിങ്ങളെ ഞങ്ങൾ ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല, കൂടുതലായിട്ട് നിങ്ങൾ ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് കാണിക്കാനാണ് ഇപ്പുറത്ത് പോയിരിക്കുന്നത്. ഇത് അവർ പ്രഷർ കൊടുക്കുക എന്നുള്ളതാണ്. മുമ്പ് ഇതേ തരത്തിൽ പ്രഷർ കൊടുത്ത് മുമ്പോട്ട് പോയിട്ടുള്ള രാജ്യങ്ങളുണ്ട്. ചൈന അതിലൊരു മമ്പന്മാരാണ് ഈ പ്രഷർ കൊടുക്കുന്നതിൽ. അവർ ഇടയ്ക്കിടയ്ക്ക് ഇരുന്നിട്ട് ഇങ്ങനെ പ്രഷർ കൊടുത്തുകൊണ്ടേയിരിക്കും. പിന്നെ ഇവിടെ ശ്രദ്ധേയമായ ഒരു കാര്യമുണ്ട്. ചൈനയെ ഒരു നിശബ്ദമായ ഒരു മോഡിലേക്ക് മാറി, ഒരു സൈലന്റ് മോഡിലേക്ക്. ഇവിടെ എന്തുകൊണ്ടാണ് ചൈന സൈലന്റ് മോഡിലേക്ക് പോയതെന്നുള്ളത് ശ്രദ്ധേയമായ കാര്യമാണ്. കാരണം ചൈനയ്ക്ക് മനസ്സിലായി തുടങ്ങി അമേരിക്കയുടെ ഒക്കെ താരിഫിന്റെ ഇത് വരുന്നുണ്ട്, അവരുടെ സാമ്പത്തിക രംഗത്തെ അത് പിടിച്ചു ഉലയ്ക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് സാമ്പത്തിക രംഗത്ത് ഊന്നൽ നൽകി അതിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടാണ് ഇപ്പൊ ചൈന പോകുന്നത്. ഒന്നിലും തലയിടാതെ, ഒന്നിലും അനങ്ങാത്ത ചില സ്റ്റേറ്റ്മെന്റുകൾ മാത്രം. സ്വാഭാവികമായിട്ടും പാകിസ്ഥാന് വേണ്ടി ചൈന നടത്തിയ സ്റ്റേറ്റ്മെന്റ് സ്വാഭാവികമാണ്, അത് അവർക്കത് പറയാതിരിക്കാൻ കഴിയില്ല. എന്നാൽ ഇന്ത്യയോട് കടുപ്പിച്ച നിലപാട് പറഞ്ഞതുമില്ല. അങ്ങനെ പോവുകയാണ് അവര്. ധനുഷ് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. 2 മാസം മുമ്പ് നമ്മളടക്കം കൊടുത്ത വാർത്ത ഉണ്ടായിരുന്നു, തായ്വാനെ ചുറ്റി ചൈന, തായ്വാൻ ഏത് സമയം പിടിച്ചെടുക്കും ചൈന. ഇപ്പൊ വല്ല ആ വാർത്ത കേൾക്കുന്നുണ്ടോ? ഇല്ല. ചൈന പതുക്കെ സൈലന്റ് മോഡിലേക്ക് പോയി, ഒന്ന് പതുങ്ങിയിട്ട് അവരുടെ കാര്യം മാത്രം ശ്രദ്ധിക്കുകയാണ്. കാരണം ഇപ്പൊ അവിടെ ഒരു തൊഴിലാളി പ്രശ്നം നടക്കുന്നുണ്ട്, ഈ കമ്പനി അമേരിക്കയുടെ ഒക്കെ പ്രശ്നം കൊണ്ട്. അതെന്താകും അവരുടെ സാമ്പത്തിക രംഗത്ത് ഉണ്ടാക്കുന്ന ആഘാതം എന്ന് നമുക്ക് അറിയില്ല. അപ്പൊ ആവശ്യമില്ലാത്തൊരു പണിക്കൂടെ പോയിട്ട് വീണ്ടും സാമ്പത്തിക ബാധ്യത വരുത്തിവെക്കാൻ ചൈന ആഗ്രഹിക്കുന്നില്ല. അതുപോലെ അവര് കാണുന്നത് അവർക്കുണ്ടാകുന്ന നഷ്ടത്തിന്റെ ഒരു ചെറിയ ഭാഗമെങ്കിലും ഇന്ത്യയിൽ കൂടെ നികത്തിയെടുക്കാന്ന് അവർ കരുതുന്നുണ്ട്. അതൊക്കെ കൊണ്ടാണ് അവർ ഒതുങ്ങിയിരിക്കുന്നത്. അപ്പൊ അവരിപ്പോൾ പിക്ചറിലേക്കില്ല. കാരണം അവർ ശ്രദ്ധ പതിപ്പിക്കുന്ന മുഴുവൻ അവരുടെ പൈസ ഉണ്ടാക്കി എടുക്കുക. കാരണം അവർക്ക് ഒരുപാട് ലോസ് നഷ്ടം വന്നിട്ടുണ്ട്. കാരണം ചൈനയുടെ പ്രധാന ഇൻകം എന്ന് പറയുന്നത് റിയൽ എസ്റ്റേറ്റ് ആണ്. ലോകത്തെല്ലായിടവും സ്ഥലം വാങ്ങിയിടുക, അത് വെച്ചിട്ട് നേട്ടം ഉണ്ടാക്കുന്നത്. പക്ഷെ അവർ കൈ വെച്ചിടത്തെല്ലാം നഷ്ടക്കച്ചവടമാണ്. ശ്രീലങ്ക, പാകിസ്ഥാന്, നേപ്പാള്, പിന്നെ അങ്ങനെ ഒരുപാട് സ്ഥലത്ത് കൊണ്ടുവന്ന് കൈകൊള്ളിയിട്ട് ഇരിക്കുന്ന ആ ഒരു സാഹചര്യത്തിലാണ് അവർ നിൽക്കുന്നത്. അപ്പോൾ അവരൊരു സൈലന്റിലേക്ക് പോകുന്നു. ഇന്ത്യ ഒരു മേജർ റോളിലേക്ക് കയറി കളിക്കുന്നു. ഇവിടെ റഷ്യയുമായിട്ടുള്ള ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരോക്ഷമായെങ്കിലും ചൈനയുമായിട്ടൊരു ശാന്തതയിൽ പോകുന്നതിന് ഒരുപക്ഷെ ഉപകരിച്ചേക്കും. കാരണം ഇനിയിപ്പോൾ ഉടനെ ഒന്നും ഒരു അറ്റാക്കിന് ചൈനയ്ക്ക് താല്പര്യം ഒട്ടും തന്നെ ഇല്ല, അവർക്ക് ആഗ്രഹവും ഉണ്ടാകില്ല. അവർ ഇതാണ് നിൽക്കുന്നത്. പിന്നെ ആയുധ വിപണിയിലേക്ക് ഇന്ത്യ വളരെ ശക്തമായി എത്തി എന്നുള്ളതാണ് ഏറ്റവും ഹൈലൈറ്റ്. അത് ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞപ്പോഴാണ് അത് എത്തിയത്. നമ്മളുടെ എല്ലാ വെപ്പൺസും, ഏകദേശം ഭൂരിപക്ഷം വെപ്പൺസും നമ്മൾ ഉപയോഗിച്ച ആയുധങ്ങളെല്ലാം തന്നെ നമ്മുടെ സ്വന്തമായിരുന്നു, നമ്മൾ സ്വന്തമായിട്ട് തന്നെ വികസിപ്പിച്ചെടുത്തതാണ്. ഇനിയും നമ്മൾ അണിയറയിൽ ഒരുപാട് ഒരുങ്ങുന്നു എന്ന് പറയുന്നത് ഒരുപാട് രാജ്യക്കാർ നമ്മുടെ ആവശ്യകതയായിട്ട് വന്നിരിക്കുന്നു. അപ്പോൾ മുമ്പ് ഈ തുർക്കിയും മറ്റുമൊക്കെ കളിച്ചിരുന്ന ഒരു റോളിലേക്ക്, അല്ലെങ്കിൽ ആ പ്ലേസിലേക്ക് അതിനേക്കാൾ ശക്തമായി ഇന്ത്യ കടന്നു വരുന്നു. ഇത് മുമ്പൊന്നും നമ്മുടെ രാജ്യം ഒരു ആയുധ കച്ചവട രാജ്യമായിരുന്നില്ല. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യം. അതിന് വലിയ ചരിത്രമൊന്നും തികഞ്ഞു പോകേണ്ട കാര്യം. 10 വർഷം മുമ്പോട്ട്, അതായത് നരേന്ദ്രമോദി കയറുന്നതിന് മുമ്പ് നോക്കിയാൽ മാത്രം മതി. ഇപ്പം നമ്മുടെ ഈ നരേന്ദ്രമോദി എന്ന് പറയാൻ ചിലപ്പോൾ ആൾക്കാർ പറയും ഇവരെന്തോ നരേന്ദ്രമോദിയുടെ PR എടുത്തിരിക്കുകയാണ്, അദ്ദേഹത്തെ പുകഴ്ത്താൻ പറയണം. നല്ലത് ചെയ്താൽ നല്ലതെന്ന് തന്നെ നമ്മൾ പറയണമല്ലോ. അത് സത്യത്തെ നമുക്ക് മൂടി വെക്കാൻ പറ്റില്ല. ഇത് ചരിത്രമാണ്, ഹിസ്റ്ററിയാണ്, നാളുകളിലെ കുട്ടികൾ പഠിക്കേണ്ടതാണിത്. അപ്പം നമ്മളിത് അല്ല നരേന്ദ്രമോദി അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് തൽക്കാല ആശ്വാസം മാത്രമേ അതുകൊണ്ട് ലഭിക്കുകയുള്ളൂ. താങ്ക് യു ചേട്ടാ, താങ്ക് യു സോ മച്ച്.